പശ്ചിമ ബംഗാളിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആരോപണ വിധേയനായ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി അയൽവാസികൾ. സിസേറിയൻ കഴിഞ്ഞെത്തിയതിന് പിന്നാലെ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നുവെന്ന ആരോപണമാണ് അയൽവാസികൾ ഉയർത്തിയിരിക്കുന്നത്. ബരാസത്തിലെ ഘോഷിന്റെ മുൻ അയൽവാസികളാണ് 12 വർഷങ്ങൾക്ക് മുൻപ് നടന്ന അതിക്രമങ്ങൾ വിവരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. 2 വർഷത്തോളം ബരാസത്തിൽ താമസിച്ചിരുന്ന ഘോഷ് അനാശാസ്യത്തിന് പേരുകേട്ട ആളാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഘോഷ് ഭാര്യയെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തിരുന്നതിനെ കുറിച്ചും അയൽവാസികൾ പറയുന്നുണ്ട്. ഘോഷ് ആരുമായും ഇടപഴകുന്ന പ്രകൃതക്കാരനായിരുന്നില്ലെന്നും പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു. അതേസമയം ഘോഷിനെതിരെ രൂക്ഷ വിമർശനവുമായി ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ ജീവനക്കാരനായിരുന്ന അക്തർ അലിയും രംഗത്തെത്തിയിരുന്നു. ഘോഷ് മാഫിയയിൽ കുറഞ്ഞതൊന്നുമല്ലെന്നും അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയതിന് തനിക്ക് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെന്നും അലി പറഞ്ഞു. ബയോമെഡിക്കൽ മാലിന്യ അഴിമതിയിൽ ഘോഷ് പങ്കാളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരീക്ഷയിൽ തോൽപ്പിക്കില്ലെന്നും മറ്റും ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളിൽ നിന്നും ഇയാൾ വലിയ തുക കൈപ്പറ്റാറുണ്ടായിരുന്നുവെന്നും അലി പറഞ്ഞു. യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സന്ദീപ് ഘോഷിനെതിരെ വിമർശനങ്ങൾ ശക്തമാവുകയാണ്. കൊലപാതകത്തിന് പിന്നാലെ ഘോഷ് പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചിരുന്നു. പിന്നീട് മറ്റൊരു സ്ഥാപനത്തിൽ ഉയർന്ന തസ്തികയിലേക്ക് നിയമിതനാവുകയും ചെയ്തിരുന്നു. കൊൽക്കത്ത ഹൈക്കോടതി ഡോക്ടർ ഘോഷിനെ അനിശ്ചിതകാല അവധിക്കയച്ച് ദിവസങ്ങൾക്കകമാണ് അയൽവാസികൾ ഇയാൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. തിടുക്കത്തിലുള്ള ഘോഷിന്റെ പുനർനിയമനത്തിനെതിരെയും വിമർശനങ്ങൾ ഉയരുകയാണ്.